എടി ഇറങ്ങി വിളിച്ചു പറ. ഞാൻ ഈ കപ്പേലിൽ നിന്ന് പോയി തിരികെത്തിട്ട് വരട്ടെ. ഈ മഴയത്തോ? നീ വേഗം നടക്കാൻ നോക്ക്. ഇല്ല ബസ് അതിന്റെ പാട്ടിൽ പോവേ. ഒന്നുകൂടെ വിളിച്ചു നോക്കി. ഹലോ ഹലോ, ഞാൻ ഇറങ്ങിയിട്ടോ, പുറത്തിട്ടോ. ഹലോ, അതിവിടെ നല്ല മഴ, ഒന്നും കേൾക്കുന്നില്ല. ഞാൻ എത്തിയിട്ട് വിളിക്കാം. എടി വിളിക്കണേ. വിളിക്കാം. താമരശ്ശേരി എത്തുമ്പോന്നും പറയണേ, പരിചയമില്ലാത്തോണ്ടാ പോലെ. താമരശ്ശേരി എത്തുമ്പോ ആരെങ്കിലും പറയണേ, ഞാൻ ഈ റൂട്ടിൽ പുതിയതാണ്. ടിക്കറ്റ് ടിക്കറ്റ് എവിടെ? ചേട്ടാ, ഒരു കോഴിക്കോട്. ഒരു കോഴിക്കോട്. ചില്ലറയില്ലേ? ചേട്ടാ, എപ്പോ എത്തും? ഭയങ്കര മഴയല്ലേ, അങ്ങനെ പറയാൻ പറ്റും? ബാക്കി തരാം ഇറങ്ങും തരാം. അതും പോയി. ഹലോ, ഒരു പുതിയ റൂട്ടില് ഭയങ്കര മഴ. വയനാട് നീ വച്ചാണോ? ഒന്നും കേട്ടോന്ന് പറഞ്ഞില്ലേ? വിളിക്കാവോ മോളെ? വെള്ളത്തേക്ക് വരുന്ന കണ്ടില്ലേ? ആ ഷട്ടറും താഴ്ത്ത്. ദാക്ഷായണീയന്തി, നെല്ലിപ്പറമ്പിൽ, കൊയിലാണ്ടി, കോഴിക്കോട്. 4 ദിവസമായില്ലോ ഞാനത് പോസ്റ്റ് ചെയ്തിട്ട്. എന്റെ മാഷെ, ഓടിക്കഴിച്ച് വന്ന് ഇത് കൂത്തി തുറന്ന് ആകെ കിട്ടുന്നത് നിങ്ങൾ ഈ ലവ് ലെറ്ററാ. ഇങ്ങക്ക് ഇത് എന്റെ കയ്യിൽ നേരിട്ട് തന്നാ പോരെ? ഇതിനുള്ളിൽ കുത്തിത്തിരിയാൻ നിൽക്കണം. എന്താ പിന്നെ നേർച്ചപ്പെട്ടി നേതിക്ക്, അപ്പൊ പിന്നെ ആരും കത്തിടൂലല്ലോ. ഇത് വായിച്ച് ആ ടീച്ചർക്ക് ബോറടിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു മൊബൈലൊക്കെ വാങ്ങിച്ചൂടെ? അത് തന്നെ. പുറത്ത് വെച്ചോ. ചെറുപ്പ് കൂട്ടി അതുകൂടി കൈ പിടിക്കുന്നു. ആൾക്കാർക്ക് കാണുന്നില്ലേ? ഈ ഞൊണ്ടി അടക്കണക്കാരൻ നല്ലതല്ലേ? എന്നാ അതൊന്ന് പിടിച്ചേ. കുറഞ്ഞില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ തുണി പഠിക്കാൻ നമുക്ക് ടൗണിൽ പോകണ്ടല്ലോ. പുതിയ ടെക്സ്റ്റൈൽസ് വരുന്നുണ്ട് ബിനിച്ചേട്ടന്റെ. വരട്ടെ. അങ്ങനെ ടെക്സ്റ്റൈൽസും സിനിമാ തിയേറ്ററും ബ്യൂട്ടി പാർലറും പാർക്കും ബീച്ചും എല്ലാം വരട്ടെ. ബീച്ചാ? അയ്യോ, കൊതി കൊണ്ട് പറഞ്ഞു. അങ്ങനെ വന്ന് നമ്മുടെ നാട് ടൗണോ. അച്ഛനൊന്ന് വെപ്പിച്ചാൽ ബ്രേക്ക് കിട്ടൂലേ? കുറച്ച് മാറി നടന്നോ. മടുത്തടി. എന്ത്? അതല്ലെന്നേ, വെറുതെ ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരുന്നു മടുത്തൂന്നു. അത് നമുക്കതിന് പഠിക്കാൻ പോയാലോ? ബെസ്റ്റ്. അത് മടുത്തിട്ടല്ലേ നമ്മൾ രണ്ടുപേരും വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചേ. ശരിയാണ്. നിനക്കെന്തെല്ലാം ഐഡിയ തോന്നുന്നുണ്ടോ? നീ അങ്ങോട്ട് വെക്കോ, ഞാനിങ്ങോട്ട് പോവാം. നല്ല ഐഡിയ. ശരി, പോയിട്ട് വരണട്ടോ, കുറച്ച് പണി. വന്നേക്കാം. ചാച്ചാ, ഇത് കഴിഞ്ഞില്ല ഇതുവരെ? കഴിഞ്ഞിട്ടിപ്പോ എന്തോ വേണം? അല്ല, നീ എന്താ വൈകിയേ? സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞപ്പോ ജീപ്പ് പോയി. വരിക്കിലയിലോട്ടാണോ ഇടുന്നേ? ചേച്ചി, ഞാൻ മറന്നു കിട്ടിയോ? ഇല്ല. മറന്നതല്ലേ? ആൾറെഡി കിട്ടിയില്ല. ഇത് കഴിഞ്ഞില്ലേ? കൊറേ തപ്പി ഈ കളർ ഇട്ട നോക്കി. പിന്നല്ലോ ഇവിടെ. ഇതൊക്കെ മതി. അതേ കളറാണോ അല്ലേ? ഏകദേശം. എന്നാലും തൃപ്തിയാവില്ല. ഇനി വേണമെങ്കിൽ തന്നെ പോയിട്ട്. നീ എന്താ ഇത്ര വൈകിയേ? ആ ഒടുക്കത്തെ കളർ നോക്കിട്ട് ആ മനുഷ്യന്റെ ഉള്ള സമയം പോയത്. ബ്ലൗസിന്റെ അളവ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? എനിക്കങ്ങ് അറിയാമല്ലോ. അതാ ബുക്കിലല്ലേ എഴുതി വെച്ചേ? ബുക്കിൽ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ഒരു പേപ്പറും കഷ്ണത്തിലായിരുന്നു എഴുതി വെച്ചത്. ഇതൊന്നുമല്ല. ഇതാ 5 നീ അവളെ വിളിച്ച് ചോദിച്ചാ ഉഷേ? അപ്പൊ മറ്റേ വേണ്ട. നമ്പരോ? ആ കലണ്ടറിൽ എഴുതിയിട്ടുണ്ട്.
ആ ഉഷേച്ചി, ഞാൻ ജെസ്സിയാ. അത് ഈ ഇവിടെ ബ്ലൗസിന്റെ അളവ് എഴുതി വെച്ചത് കാണുന്നില്ല. ഉഷേച്ചിയുടെ നമ്പർ അല്ലേ? അതെ, നമ്പർ മാറിപ്പോയി, സോറി കേട്ടോ. ഹലോ, ഉഷേച്ചല്ലേ? ആ, കഴിയണം. ഓക്കെ, ശരി, പറ. അതെ, അളവിനുള്ള ബ്ലൗസ് കൊടുത്തയക്കാം. അപ്പം കഴുത്തിന്റെ ഇറക്കി വെട്ടാൻ വേണം. കൈയുടെ നീളം കുറച്ച് വരും. അപ്പൊ അളവിനുള്ള ബ്ലൗസ് അല്ലേ കൊടുത്തയക്കുന്നത്? ആ, ഇതാ ആൾക്കാരുടെ കുഴപ്പം. എത്ര നന്നായി തയ്ച്ചു കൊടുത്താലും കുറ്റം പറച്ചിട്ട് തീരെയല്ല. പിന്നെ കല്യാണം വീട്ടിൽ വെച്ച് കണ്ടാലും പള്ളി വെച്ച് കണ്ടാലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അവിടെ കയറിയിരിക്കുക, ഇവിടെ ഇറങ്ങിയിരിക്കുക. കുറ്റം പറയാനല്ലേ എല്ലാവർക്കും അറിയാൻ പാടുള്ളൂ. ഹലോ, സോറി, നമ്പർ മാറിപ്പോയതാ. 5 വരെ 6 പോയതാ. സോറി കേട്ടോ. ഇല്ല, അത് കുഴപ്പമില്ല. ഇതേതാ സ്ഥലം? ഭൂമിയുടെ അറ്റത്ത്. ഇറങ്ങിക്കോളി. വൈകുന്നേരം ഉണ്ടോ മുരളിയേട്ടാ? എന്താ, ഞാൻ വിളിക്കട്ടോ. ഇതുകൂടിയും വെച്ചോ. ലാലു, ചോളൊന്ന് വീട്ടിലിറക്കി കൊടുത്താണ്. അപ്പൊ എനിക്കൊന്നുമില്ല. അന്നെ ഞാൻ വൈകുന്നേരം കാണുടോ. വിജയ് പറഞ്ഞതന്നെ പറഞ്ഞു കൊടുക്കല്ലേ സുനിയെ. ഇത് കൊണ്ടായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഇതിന് നാട്ടം സഹിക്കാൻ കഴിയായിട്ടാ. ഇത് വെസർപ്പിന് നാട്ട ചങ്ങായി. അദ്ധാനിക്കുള്ള യൂണിഫോമിൽ ഇത്തിരി നാട്ടം കണ്ടാവും. നോക്ക് സുനിയ, വലിയ ഡയലോഗ് അടിക്കല്ലേ. ഇത് ഇട്ട് കണ്ടത് പാർട്ടിക്ക് ബന്ധളിക്കാൻ പോയത്. ഓ, ഇതിപ്പോ മെസ്സിന്റെ ജേഴ്സിയാണ് എടുത്ത് മുണുങ്ങല്ലോ. മുണുങ്ങോ, അതിനൊരു അന്തസ്സുണ്ട്. ഇത് ചെന്നാണ്ട് മുങ്ങിക്കാളാം. എന്താണ് ചെങ്ങായിമാരെ, ഏത് നേരം നോക്കിയാൽ നിങ്ങൾ തമ്മിൽ തല്ലാണല്ലോ. അല്ല നവാസെ, ഞാൻ ഓനോട് ചോദിക്കുന്നത് ഓനൊന്ന് തിരുമ്പി കൊടുന്നൂടെന്നോ? ഓന്റെ തന്നെ തിരുമ്പിട്ട് കാലം കുറെ ഉണ്ടാവും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ചെങ്ങായിമാരെ ചിട്ടി ഒരുത്തിനോടൊരു സഹായം ചോദിക്കാൻ പറ്റും. കേട്ടാ, ഇപ്പൊ ഞാൻ സഹായിച്ചതായി കുറ്റം. ഒന്ന് നിർത്തിപ്പിച്ചോ. ഇതൊക്കെ ഒരു കാലിച്ചായ കുടിച്ചാൽ തീരാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. നടക്കാണ്ട് എന്റെ ചായ പൈസ ഇങ്ങനെ പോവാനല്ലാണ്ട്. വിഷ്ണു, ഒരു ചായ അടിക്കാൻ പാടോ? നിങ്ങളോട്ട് ഞാൻ ഒന്നോളാം. ഓനെ കണ്ടുപഠിച്ച ചങ്ങായിമാരെ രാവും പകലും ഓട്ടാ. ഒരലമ്പൂല്ല. 10-30 കൊല്ലം കൊണ്ട് ഞമ്മക്കില്ലാത്ത പരിചയക്കാരാ. 6 മാസം കൊണ്ട് ഓനക്ക് ഇവിടെ പാടണ്ട ചായ അടിക്കാൻ വേണ്ട പോരി. ചായ മാത്രം പോരാ, ഉച്ചക്കെ തൂണ് എന്റെ വകയിലായിക്കോട്ടെ. അത് പിന്നെ ഒന്നും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ചേട്ടാ 3 ചായ. 3 പോരടോ, 4 ആക്ക്. എന്നാ 4 അടിച്ചോളി. എന്താന്ന് ഒരു 10-200 എടുക്കടി. ഇന്ത്യയിലാകെ 100-150 ഉറുപ്പിക ഉള്ളു ശിവേട്ടാ. വേറൊന്നും ഇന്ത്യയിലില്ല. രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഈ റോട്ടും കടന്ന് വെറുതെ അങ്ങനെ ഗുസ്തി പിടിപ്പിക്കരുത്. തുടങ്ങി ആൾക്കാരെ മുമ്പിലിട്ട് കയറി ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഓന് 2 എണ്ണം കിട്ടാത്തതിന്റെ കുഴപ്പ. കൊടുക്കുമ്പോ കണ്ണും മൂറും അടക്കി ഒറ്റ ഒന്ന് കൊടുക്കണം. ഫിനിഷ്, നേരിയായിക്കോളൂ. കണ്ണു മൂറ് അടക്കി കൊടുക്ക. നിങ്ങളാ ബെസ്റ്റ് മുരളിയേട്ടാ. നവാസേ, ഇത് അന്റെ ഒരു കാലിച്ചായ്മ തീരുന്ന പ്രശ്നമല്ല. തച്ച് തീർക്കണ്ടി അങ്ങനെ തന്നെ തീർക്കണം. ഇന്ന് കുടിക്കാനല്ലേ ഇന്ത്യയിലാകെ ഡീസൽ അടിക്കാനുള്ള പൈസ കൊരമരുന്ന് വാങ്ങാനാടി മുണ്ടി പോരുത്. കൊണ്ടാറങ്ങാൻ ഏട്ടാ, ആ വണ്ടിയിലേക്ക് എടുത്തു. ഒരോട്ടം ഞമ്മക്ക് നിന്നാലിട്ടോ. അതൊരു പാവലോ. കയ്യിലുള്ളത് മുഴുവനാ ചങ്ങായി അടിച്ചോണ്ട്. എന്ത് കഷ്ടാണ്. അതെ, നമ്മള് പാവങ്ങളാണ്. അന്ന് ഞാൻ സൈഡാക്കാം. നിങ്ങളൊക്കെ ഓടിയന്റെ ബാക്കി മതി. അത് ആരാത്? എപ്പത്തി വരില്ല വയ്യ. ഈ പോയി വരില്ലേ? ഓക്കെ, പൊളിക്കണം നമുക്ക്. ഹലോ. ഏട്ടാ, ഞാൻ എന്താ വരുന്നത്? 10 മിനിറ്റ്. അതെന്ത് പരിപാടിയാ? റെഡി ആവണതിന് മുമ്പ് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. മാറ്റത്തിനൊപ്പം മാറ്റത്തിന്റെ ഫാഷൻ ഒരുക്കിക്കൊണ്ട് ബെന്നി ടെക്സ്റ്റൈൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പൂവാറൻ മലയിലെ വസ്ത്രവിസ്മയം ബെന്നി ടെക്സ്റ്റൈൽ. വ്യാഴാഴ്ച രാത്രി കട്ടായി. നിന്നോട് ആരപ്പത് എടുത്തോണ്ട് വന്നായോ കുറ്റം? ഹാപ്പി ബർത്ത്ഡേ. ആഹാ, നോക്കാവേ. നീ വരച്ചതാ? കൊള്ളാലോ.
ഒരാഴ്ച എന്നെ വേള് കുസ്തി പിടിക്കുന്നു. എന്നിട്ട് പുതിയ പേപ്പർ മേടിക്കാൻ പറഞ്ഞിട്ട് കേട്ടോ? പോളിയാണ്. ഇയാളെ വലിയ ശല്യമായാലോ. ഏത് നേരത്തെ നമ്പർ മാറി വിളിക്കാൻ തന്നെ. ആരില്ല. ഇത് വിഷ്ണു. കാരണം തപ്പി കളിക്കാതെ കളിച്ചോടി പോലേട്ടാ. അവിടെ തന്നെ ഒറ്റയടിക്ക് തീർത്താളിങ്ങള്. നവാസേ ഈ അയിമലൊന്ന് തട്ടിയാൽ തട്ടണോ? അല്ല കൊറേ നേരമായി തട്ടിന്. ഇതെങ്കിലും ഇട്ടോ നിങ്ങള്. തൊട്ടപ്പുറത്തൊരു വൈറ്റുണ്ടേ. ഇവിടെ ബ്ലാക്കല്ലേ? എനിക്കറിയാത്. നിങ്ങൾക്ക് അതിനൊക്കെ ബ്ലാക്കല്ലേ? കുതിര ചിരിക്കിനായിട്ട് ചിരിച്ചോ? നമ്മളാ തോറ്റ്. ആ ചായ കേസ് കൊടുത്ത് മെല്ലെ അടിച്ചോടി നിങ്ങള്. തോറ്റോ? അങ്ങനെ വരാൻ വയ്യില്ലല്ലോ. എന്നാ അങ്ങനെയാ വന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ കണ്ണുള്ളവർക്ക് തന്നെ മര്യാദയ്ക്ക് കളിക്കാനില്ല. അപ്പോഴാ മൂപ്പര് സർക്കസ്. ഇനിയുണ്ടാ നോക്കണ്ട ഉണ്ടല്ലോടാ. തോറ്റു സുനിലൊന്നും ഇരുന്ന് കൊടുത്തേ. ഞാനോ എല്ലാരും ശരിയാക്കി തരട്ടോ. ഇനിയാണ് മോനെ ടൈറ്റ് കളി. അപ്പൊ ഇതിന്റെ ലൂസ് കളി. ആന്നേ കുറച്ച് പിക്സ് എടുത്തുള്ളൂ. നിങ്ങൾ ആ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കിയേ. കേക്ക് മുറിച്ചതും പുതിയ ഡ്രസ് ഇട്ടതും എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്ക് ബന്ധത്തില്ല വേണേ. കുറ്റം പറഞ്ഞോണ്ടിരിക്കല്ലേ? പിന്നെ എന്റെ മോൻ കിടന്ന് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുക. മനസ്സിലായോ? എല്ലാ പെൺപിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ പെൺപിള്ളേര് ഏട്ടനോട് എന്റെ കൊണ്ടുവരാൻ ചോദിക്കേ. ഒന്നുമില്ല. ചേട്ടൻ എന്നാ വരുന്നത് ചോദിച്ച. ഓഹോ, അത് അങ്ങനെ ആക്കില്ലേ? ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞല്ലോ കേട്ടാ. ഇതൊരു ആർക്കും ഉത്തരം കിട്ടിയില്ലേ? ഇതിപ്പോ കൊറേ തരാം. ഇത് പറ്റിയല്ലോ കേട്ടോ. ഫോൺ എടുക്ക ചേച്ചി. എടുക്കടാ. കൈ മുട്ടല്ലോ, ഉടുപ്പിലാവും. ചേച്ചി എനിക്ക് മതിയടി. ഇപ്പൊ എത്രയായി? ഹലോ ഹലോ, ഞാൻ മറ്റേ നേരത്തെ രാവിലെ ഒരു എന്റെ പൊന്നേട്ടാ, ഞാൻ പറഞ്ഞല്ലേ നമ്പർ മാറി വിളിച്ചാന്ന്. പ്ലീസ് ഇനി വിളിച്ചിങ്ങനെ ശല്യം ചെയ്യല്ലേ. മനസ്സിലായി. ഒരു സെക്കൻഡ്. ഒന്നുമില്ല. നീ ചോദ്യം ചോദിച്ചേ. നീ ഇത് ഏത് ലോകത്താ? നീ പോയേ ചോദിച്ചേ. തല കുത്തുന്നാൽ വലുതാവുന്നത് ആര്? ഞാൻ. മതി. ഇത്രയൊന്നും ആലോചിക്കാൻ ഒന്ന് ആലോചിക്കട്ടെ. നിസ്സാര ക്വസ്റ്റ്യനാണ്. ക്ലൂ അല്ലേ? പിന്നെ ഇതിനല്ലേ ക്ലൂ. ഇതിന് ക്ലൂവിന്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പൊ ചേച്ചിക്ക് ഉത്തരം അറിയില്ലല്ലേ? എനിക്കറിയാം. നിങ്ങൾ പറ. നിങ്ങൾ പറ. സിമ്പിൾ സിമ്പിൾ. ഉത്തരം കേട്ടാ നിങ്ങൾ ഞെട്ടും. പിന്നെ ഞെട്ടും. ഉത്തരം ആറല്ലേ? ആറല്ലേ? ആറന്നെ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ല. നീ അപ്പൊ ചേച്ചി സമ്മതിച്ചില്ല. എപ്പോഴും ആരും ഉത്തരം പറഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് മൊത്തം 6 പോയില്ലേ? താമസിക്കാൻ പറ്റാത്ത വീട്. താമസിക്കാൻ പറ്റാത്ത വീട് ഏതാ? താമസിക്കാൻ പറ്റാത്ത വീട് ഏതാടാ? എന്ത് താമസിക്കാൻ പറ്റാത്ത വീട്? എന്റെ ഭാര്യ വീട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഞാൻ നടന്നില്ല. ഭയങ്കര മുടിശല്യാടോ. അളിയന്മാരല്ലേ? എനിക്കറിയൂടാ. സീവീടല്ലേ? സീവീട് സീവീട്. സീവീടല്ലേ ഉത്തരം? ബുദ്ധി കൂടി വിളിച്ചില്ലേ? ഇതിനിടയ്ക്ക് സമയം ഒന്നും മിണ്ടാതിരടി. പിള്ളേരല്ലേ, അവര് കളിക്കട്ടെ. എന്ത് പിള്ളേര്? പിള്ളേരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വെറുതെ വെള്ളപ്പുറത്താണ്. ചോദ്യം പോരട്ടെ. കടുകുമണിക്കൊരു കണ്ണുണ്ട്, ആ കണ്ണിനകത്തൊരു കരടിണ്ട്. ഉത്തരം അറിയോ? അറിയോ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ പെടുന്നു.
കടുമണിക്ക് ഒരു കണ്ണുണ്ട്, ആ കണ്ണിനകത്തൊരു കരടുണ്ട്. എന്താ പെട്ടു? പറ. മര്യാദക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ച് പോവായിരുന്നു. ചേടാ ഇത് അറിയാലോ. കടുക് മണിക്കൊരു കണ്ണുണ്ട്, ആ കണ്ണിനകത്തൊരു കരടുണ്ട്. ഇത് PS ഒന്നുമില്ലട്ടോ, ഇതേതോ കൂടിയ കടുക് മണിക്കൊരു കണ്ണുണ്ട്, ആ കണ്ണിനകത്തൊരു കരടുണ്ട്. കടുക് മണി അച്ഛനെന്തത്ര വൈകിയ 10 മണിന്ന് പറഞ്ഞല്ലേ? കുഴപ്പമില്ല സാറാമേ, വെഞ്ചിരിപ്പ് നേരത്തെ കഴിഞ്ഞല്ലേ? അതെ അതെ അതെ. ആ സാറില്ല വിളിച്ചു. ശരി എന്തോട്ടെ, നീ ഇതവിടെ ഇടിച്ചു കയറുക അകത്തോട്ട്. എന്നാ പിന്നെ തുടങ്ങല്ലേ സാറാമേ? ഒന്ന് വേഗം പിന്നെ എവിടെ പിന്നെ വരൂ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എല്ലാം നോക്കിയെടുക്കും. കുറച്ച് ഫോട്ടോ എടുത്ത് അതെ അത് കൊള്ളില്ല നല്ലല്ലേ? ഇത് കണ്ടില്ലേ? എനിക്കിഷ്ടായി. ആ കുഴപ്പമില്ല. നല്ലതല്ലേ? ഓ എന്നാ പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം ഉണ്ടല്ലോ, ചോദിക്കാം. ബെനിച്ചേട്ടാ എത്രയായി? 300 രൂപ. 300? ഇല്ല സാറില്ല. ചാച്ചാ 300. ഇത് 100 രൂപ ഡിസ്കൗണ്ട്. ആദ്യത്തെ കച്ചവടം. കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അതുണ്ടല്ലോ, പിന്നെ നിങ്ങൾ നാട്ടുകാരൊന്ന് സഹകരിച്ചു കൊടുത്താൽ മതി. കേറി പൊക്കോളൂ. ലഡു കളറളകോ ചേട്ടാ? ചുരിദാറിന്റെ കളറളകോ? കളർ ഇളകിയാലെന്നാ വേറെ കളർ വരികയല്ലേ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളർ മാറി വരുന്ന ഒരു രസമല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരുടെ സ്വഭാവം മാറി മാറി വരും. അത് അതിൽ രസമായിരിക്കും. കളർ മാറുമോടാ? ഹലോ ഹലോ. ആ ഞാൻ നമ്പർ മാറി വിളിച്ചു. മനസ്സിലായില്ലേ? മനസ്സിലായി. ഉറുമ്പിന്റെ കണ്ണ്, അതല്ല ഉത്തരം. അതെ, ഇതും കൂടി കൂട്ടി ഒരു 10-30 പൊട്ടോത്തര അയച്ചു തന്നിട്ടുണ്ട് മാഷേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ക്ലൂ തരാം. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ കിട്ടുന്നില്ല. എന്നാലേ ഉത്തരം കിട്ടും വിളിച്ചാൽ മതി കേട്ടോ. അങ്ങനെ പറയല്ലേ, പ്ലീസ് പ്ലീസ്, ഒരു ക്ലൂ. ശരി വെക്കുക.
ഇതേ മാളൂട്ടി നാളെ മുതൽ നടന്നില്ലെങ്കിൽ ഒരിടത്തും കൊണ്ടുപോയില്ല കേട്ടോ. ശരി. അപ്പൊ നിനക്ക് ഉത്തരം പറഞ്ഞിരുന്ന വേറെ ആളാണല്ലേ? ഉത്തരം കിട്ടിയോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ടീച്ചർ എന്ത് ടീച്ചറാണ് ടീച്ചറെ. ഏട്ടൻ ട്യൂഷന് പോകുന്നുണ്ടോ? ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് വേഗം പോവും. വീട്ടിലിരുന്ന് തന്നെയാ പഠിക്കാറ്. നിർത്താ ചാടല്ലേ. ശരി, താങ്ക്സേ. എന്നാ നീ പൊക്കോ. എന്ന് തുടങ്ങിയത് പറ. എന്ന് തുടങ്ങിയത് ക്ലാസ് കണ്ട ചെറുപ്പന്മാരെ സൈക്കിളിന്റെ പുറകെ കയറാൻ ആരോട് നിന്നെ ക്ലാസ്സിൽ വരണേ? കാല് വെച്ചിട്ട് കയറിയതാണമ്മ. ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ട് എത്ര കാലായി. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജനിക്കൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കണതാ നല്ലത്. ഞാനത് ആലോചിക്കാറുണ്ട്. മറ്റൊക്കെ ഒരു ടച്ച് ഫോൺ വേണോന്ന് പറയണ്ടായിരുന്നു. ടച്ച് ഫോണോ? ആ, ഈ ക്യാമറയുള്ള ഫോണില്ലേ അത്. എന്തിനാണ് ക്യാമറ ഉള്ള ഫോൺ? ആ, വിളിച്ചാ കിട്ടുന്ന പറഞ്ഞ കയ്യിലില്ലേ? ആ, അതവളോട് ചോദിക്കും. അല്ല, കുരുമുളക് എന്നാ പറിക്കണേ? ഇനിയിപ്പോ നിനക്കെന്നാ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ കുരുമുളക് പറിക്കാൻ പാടില്ല. അത് കൊള്ളാം. എനിക്ക് എന്റെ അപ്പം കൊണ്ടെത്താൻ നിങ്ങൾ കൊണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കാര്യം നോക്കിയാൽ മതി. ചേച്ചിയുടെ ഇരുട്ടത്ത് കണ്ടിട്ടാവും നല്ല ഭംഗിയാണ്. എനിക്ക് ആദ്യത്തൊക്കെ ആ നീല ചുരിദാറില്ലേ അത് മതിയായിരുന്നു. എനിക്ക് അതാണ് ഇഷ്ടമായത്. ആ ഇനിയിപ്പോ മാറ്റി വാങ്ങണേലും ടൗണിലേക്ക് ഒരു ഓട്ടം കിട്ടുമ്പോഴേ നടക്കുള്ളൂ. എന്തായാലും ബില്ല് കളയണ്ട. പറ്റോ? എന്നോട് ഞാൻ പറഞ്ഞല്ലേ വണ്ടി ഓടിക്കുമ്പോ കാക്കിടണമെന്ന്. ടൗണിൽ പോയതാ സാറേ ഡ്രസ് എടുക്കാനായിട്ട്. പിന്നെ ഒരു സിനിമയും കൂടെ കണ്ടിറങ്ങിയപ്പോ ഇത്തിരി ലേറ്റ് ആയി. പെങ്ങന്മാരെ സാർ പേപ്പറൊക്കെ ഇല്ലടോ? ഓ വിട്ടോ. ഞങ്ങളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങളുടെ നോട്ടം കണ്ടില്ലേ? നേരത്തെ കഴിക്കണ്ടായിരുന്നു ചേച്ചി. ഭയങ്കര വിശപ്പ്. അല്ല എന്താ അത്ര വൈകിയേ? വീട്ടിനുള്ളിൽ ബാത്റൂം ഇല്ല ചേട്ടാ. പിന്നെ ഈ മുറ്റം നാറ്റിക്കേണ്ട ആവശ്യമുണ്ടോ? ശീലായിപ്പോയിടോ. മാറാനുള്ള പിന്നെ എവിടെയായാലും നാറുണ്ടോ? എന്താടി വാ പറയാ. എങ്ങോട്ടാണ്? എങ്ങോട്ടാ ചേച്ചി? വാ എങ്ങോ അറിയില്ല. വാ. എങ്ങോട്ടാണ് ഈ ഓടുന്നത്? കുടുംബത്തിൽ ഒരു പണിക്കുള്ള കിട്ടാൻ ഒരു ലക്ഷ്മി എങ്ങോട്ടാണ്? ആരെക്കാരാണ് ഓടുന്നത്? കാര്യം പറയൂ. എത്ര ഓർഡർ ശരി. ഇതൊക്കെ എപ്പോ? എന്റെ ഫോട്ടോ വെച്ചിരുന്ന ഞാൻ കൊടുക്കാനാ. എടുത്ത് ചോദിച്ചിട്ട് കൊടുത്തതല്ല. പിന്നെ നീ രാജനോട് ചോദിച്ചിട്ടുണ്ടാവും. കൊള്ളാല്ലേ? ആ കൊഴപ്പില്ല. ഇത് രണ്ടു കാര്യം എടുത്ത് ചിലപ്പോ താഴെ പോവില്ലേ? അത് ചേച്ചി അസൂയെന്ന് പറയുന്നതല്ലേ? പിന്നെ അസൂയ. എനിക്ക് അവളെങ്ങനെയാണ് നന്നായി കണ്ടാൽ മതി. നിങ്ങൾ നടന്നു. ഹലോ, അതെ ഇത് ലാസ്റ്റ് ചാൻസാ. ഇതും കൂടി തെറ്റാ ഞാൻ പിന്നെ എടുക്കില്ല കേട്ടോ. ഹലോ ഹലോ, ഇത് വിഷ്ണുവേട്ടനല്ല, അനീതി രേവതിയാ. ഹലോ ഹലോ ജെസ്സി, ഞാൻ രേഷ്മയാ.
വിഷ്ണുവിന്റെ ചേച്ചി. അയ്യോ നിങ്ങൾ വിചാരിക്കണമല്ലെന്നല്ല, നമ്പർ മാറി വിളിച്ചു പോയതാ. ബോർഡിലെ ഫോട്ടോ നന്നായിട്ടാ. ഞങ്ങള് ചെരുപ്പ് കടക്കുന്നോട് ഒരു ഫോട്ടോ തരില്ലേ? ഹലോ. പിന്നെ അവനോട് ദേഷ്യമൊന്നും വേണ്ട കേട്ടോ. അവനെ ഇടയ്ക്കൊന്ന് വിളിച്ചാ അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അയ്യോ ഞാൻ അങ്ങോട്ട് വിളിക്കാറൊന്നുമില്ല. എനിക്കറിയാം നിങ്ങൾ വിളിക്കാറില്ലെന്ന്. എന്നാലും അവനെ എങ്ങനെ സന്തോഷത്തോടെ കാണാൻ വേണ്ടിയാ. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാ അവനിങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഓട്ടോ ഒക്കെ ഓടിക്കുന്നത്. അതെ, ഫോണും തരാവോ? ഞങ്ങളെന്നാ പിന്നെ വിളിക്കാട്ടോ. ശരി. വിളിക്കാതെ. ഹലോ ഹലോ. ഹലോ, നമ്പർ പോലെ വിളിച്ചാണ്? അല്ല, വിഷ്ണുവിനെ തന്നെ വിളിച്ചതാ. പേരൊക്കെ പഠിച്ചല്ലോ, അതെങ്ങനെ? പേര് മാത്രല്ല എല്ലാം അറിയാം. ശരി. ഇപ്പൊ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിലാ. അയ്യോ എന്തുപറ്റി? എല്ലാം അറിയാന്നൊക്കെ അത് മാത്രം അറിയില്ലേ? എന്നിട്ട് ചേച്ചി വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അയ്യോ പറയണ്ടെന്ന് വിചാരിച്ചതാ. ഇനിയൊന്നും പറഞ്ഞപ്പോ ചേച്ചിയോട് വഴക്കിടാൻ നിക്കണ്ടാട്ടോ. അവർക്ക് അതൊക്കെ ഭയങ്കര കാര്യമാണല്ലോ വിഷ്ണുവിന്. വിഷ്ണു വിചാരിച്ച പോലെ തന്നെ. അല്ല ഞാൻ കാശ് അത് തന്നില്ലല്ലോ. കുഴപ്പമില്ല, പിന്നെ തന്നാ മതി. എന്തേലും ആവശ്യമുണ്ടോ വിളിച്ചാ മതിയേ. ആ ശരി ശരി. ആ ജെസ്സി പറയണം. അപ്പൊ ഫ്രീ സർവീസ് ആണല്ലേ? ഓ ഇടയ്ക്കൊക്കെ. അതെ ഞാൻ പിന്നെ വിളിക്കാം. പോവാണോ? അല്ല അമ്മ വിളിക്കണ്ട അതാ. അങ്ങനെ അങ്ങ് പോവല്ലേ. അതെ പിന്നെ വിളിക്കാം. ഇനി എപ്പോ വിളിക്കും പറ. അതൊന്നും പറയാൻ പറ്റില്ല. തോന്നുമ്പോ വിളിക്കും. എപ്പോ തോന്നും? തോന്നുമ്പോ തോന്നും. പോരെ. മതി.
നമുക്ക് ജെസ്സിയെ ഡോക്ടറാക്കിയാലോ? അത് കലക്കൂടാ. അവളതിന് +2 പൊട്ടി പാളീസായിരിക്കല്ലേ? എത്ര എണ്ണത്തിന് പൊട്ടി? അത് ഏതാഷ്ടല്ല പോണ്ടേ? താലൂക്ക് ആശുപത്രിയില് തിരിച്ചടേ പോണ്ടേ? ഡോക്ടറാക്കുവോ ആക്കാതിരിക്കുവോ അതൊക്കെ അവൻ തീരുമാനിക്കട്ടെ. ബാക്കി കാര്യങ്ങളെ ഞങ്ങൾ നാളെ വീട്ടിൽ വന്ന് സംസാരിക്കാം. ഇല്ലടാ പിന്നെ ഹലോ, കിടന്നായിരുന്നോ? രാവിലെ വിളിക്കാം. എടാ സോറിയിടോ, ഞാനൊരു ഹോസ്പിറ്റൽ കേസിൽ പെട്ടുപോയി. അങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാ. സോറി. കുഴപ്പമില്ല. താനെന്താ പറയാനുണ്ടാണെന്ന് പറഞ്ഞു? അതൊന്നുമല്ല. അങ്ങനെ പറയല്ലേ, വേണമെന്ന് വെച്ചിട്ടല്ലോ. ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിലാ. ശരി, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളല്ലേ. ശരി, വെച്ചോ. വേണമെന്നല്ലോ പ്ലീസ്. താൻ കാര്യം പറ. ഞാൻ രാവിലെ വിളിക്കുമ്പോ പറയാം. എന്നിട്ടെന്താ എല്ലാവരും കാണാൻ വരാൻ ശാസം പറഞ്ഞു. അവരൊന്ന് കണ്ടിട്ട് പോയിടും. അവസാനം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയല്ലേ. നീ പേടിക്കാതിരിക്കും. പേടിയൊന്നുമില്ല, പിന്നെ നല്ലൊരു ടെൻഷൻ. അവരുച്ചയ്ക്ക് ശേഷം വരുന്നല്ലേ പറഞ്ഞിരുന്നേ? ഇപ്പൊ മാറ്റം വിളിച്ച് പറഞ്ഞതാ. അവര് മേലെ സ്റ്റേറ്റിൽ പോയി തിരിച്ചു വരുമ്പോ മിഷൻ നിക്കി വെച്ചേക്ക്. അവരെത്തിയില്ലോ. എത്തിയാ? എവിടെ? അവിടെ വിളിച്ചേ. അവരെത്തിന്നാ തോന്നുന്നത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ആദ്യം ഒന്ന് കൂടാ. എന്നിട്ട് ചുമ്മാ അവിടെ പോയി നിൽക്കുക. അവര് പോയി കഴിഞ്ഞ എന്നെ വിളിച്ചാൽ മതി. നമ്മളെന്താ മാറ്റി ഇവിടെ? ചേച്ചി വാ, കേറി വാ. കേറി മാറ്റേ. കേറി ചേച്ചി, കേറിപ്പെട്ടോടാ. ഇരിയടാ ചേച്ചി, ഞാനിപ്പോ വരാം. ജിസി, ഒരു മിനിറ്റ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നേരത്തെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഒരു മലവെള്ള പച്ചല് പോലെ വന്ന് കയറുന്നു ഞാൻ കരുതി. നീ ഉള്ളത് എടുത്തു വെക്കും. അവളെവിടെ? ശരി, ഞാൻ വിളിക്കാം. അവള് ഡോക്ടറായിക്കൂടെ ചോദിച്ചപ്പോഴും അവന്റെ മുഖത്ത് ആവേശം നീ ഒന്ന് കാണണമായിരുന്നു. അല്ലടി, ഇനിയിപ്പോ അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? അവര് തമ്മിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളായിട്ട് അറിയിക്കാൻ നിൽക്കണ്ടോ? ഞാൻ അങ്ങോട്ട് ചേർത്തെ. അതെ, കുത്തയച്ചിട്ട്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. മോളെ വന്നേ. അമ്മയ്ക്ക് ചായ കൊടുക്ക്. അങ്ങോട്ടോട്ട് ചേച്ചി ചായ കുടിക്ക്. ചായയൊക്കെ വീട്ടിൽ ചെന്നിട്ട് കുടിച്ചോളാം. വിടറാ വർഗീസേ, പറമ്പിൽ കുറച്ച് പണിയുണ്ട്. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടില്ല. 2-3 പേരും കൂടെ വിളിച്ചോ. അതൊന്ന് പറയാന്ന് വെച്ച് കയറിയതാ. പോടാ.
പെണ്ണ് കാണൽ നാടകം ആ തൊഴുത്തിൽ കൊണ്ടായി കേട്ടവനെന്താ അല്ല പോത്ത പശു വല്ലതാണോ? പഠിപ്പും സൗന്ദര്യം പോട്ടേന്ന് വെക്കാം. ഇത് അതാണോ? 10 പൈസയുടെ ഗതിയുണ്ടോ? ഉണ്ടാടാ മാർക്കേ? അല്ല അങ്ങനെ ചോദിച്ചാ ഇപ്രാവശ്യം നമുക്ക് എവിടെയാണ് ഞാൻ കൂടി ഹലോ ഹലോ എന്താ ഇവിടെ ക്ലബിൽ സ്ഥിരം പാട്ടും പരിപാടിയൊക്കെ തന്നെ. പിന്നെ മറ്റേ കാര്യം മുടങ്ങിട്ടോ. എന്താണ് ഇത് കല്യാണം മുടങ്ങിയാൽ ഇത്ര സന്തോഷം? പിന്നെ സന്തോഷിക്കാണ്ട് അമ്മ ആദ്യമേ പറയണ്ടായിരുന്നു ചെക്കൻ്റെ അമ്മ സമ്മതിക്കില്ലാന്ന്. എനിക്കിച്ചിരി പേടിയുണ്ടായിരുന്നു. അല്ല പേടിയല്ല, എനിക്കറിയാമല്ല. എന്നിട്ടെന്താ, ഞാൻ വിഷ്ണു പറയാറുള്ള കോഴിക്കോടത്തെ കുരിശുകളില്ലേ, അവിടെ 101 മെഴുതിരങ്ങ് നേർന്നു. ആരുമില്ല, ദൈവം പണി കിട്ടേനെ. ഹലോ, എന്താന്നും മിണ്ടാത്തെ? ഞാൻ ആലോചിക്കായിരുന്നു എന്ത്? ഒരു ടെക്സ്റ്റൈൽസ് കടയുടെ ബോർഡിൽ എന്റെ പടം വരിക എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര സുന്ദരിയായിരിക്കില്ലേ? എനിക്ക് കോകണ്ടുണ്ട്, കൊന്ത്രമ്പല്ലുണ്ട്, പിന്നെ ചട്ടകളുണ്ട്. ഇതേ പറ്റില്ലേ? ഹലോ ഹലോ, ഓടിപ്പോയോ? അതല്ല, പിന്നെന്താ ഒന്നും മിണ്ടാത്തെ? പിന്നെ ഈ ക്വാർട്ടേഴ്സിലുള്ള താമസവും രാവും പകലുള്ള അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ തനിക്ക് എന്റെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാവുള്ളൂ. ആലോചിച്ച് നോക്കിയപ്പോ എന്നെ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നില്ലേ? വിഷ്ണു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. സ്വത്തുണ്ടോ സൗന്ദര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നല്ല എനിക്കിഷ്ടമാണ്. എന്നെ ഇഷ്ടാന്നറിയാം, എനിക്കിഷ്ടാ, ഇത്രേ ഉള്ളൂ. അപ്പൊ എപ്പോഴാ കുരിശുള്ളിൽ വരുന്നത് മെഴുകുതിരി എത്തിക്കാൻ? വിഷ്ണു പറഞ്ഞോ എപ്പോഴാന്ന് വെച്ചാരാ? അപ്പൊ കോഴിക്കോട് വരുമ്പോ വിളിക്കേ. അവിടെ കുരിശുള്ളി മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് പരിപാടിയുണ്ട് കാണാൻ. എന്നാലേ എന്നെ കടല് കാണിച്ചു തരൂ. എന്താ കടല് കണ്ടിട്ടില്ലേ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ കണ്ട. അയ്യേ, കളിയാക്കണ്ട, എനിക്ക് കടല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല പൊട്ടാ. ഹലോ, ശരി ഞാൻ പോട്ടെന്നാ. അയ്യോ, അപ്പൊ ഇനി വിളിക്കില്ല? രാത്രി വിളിക്കും. നെക്സ്റ്റ് അടി കിടക്കുന്നില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. അതെ, ഓക്കെ, ശരി, ബൈ. അച്ചോ അച്ചോ, എന്തെങ്കിലും ഒന്ന് പറച്ചോ. നിനക്ക് നാട്ടിൽ വേറെ പെമ്പിളരൊന്നും കിട്ടിയില്ല? ഈ നാട്ടിൽ അവളെ പോലെ വേറെ പെമ്പിളാരൊന്നുമില്ല. എനിക്ക് അവളെ കെട്ടണം അച്ചോ. അവളുടെ അപ്പനും താല്പര്യമുണ്ട്. നിന്റെ അമ്മച്ചി സാറാമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രശ്നമാണ്. ആ പ്രശ്നം എങ്ങനെ തീർക്കുന്നൊന്ന് പറയച്ചോ. അതാ ഞാനും ആലോചിക്കുന്നു. എന്നാ അച്ഛനൊരു കാര്യം ചെയ്യൂ, പള്ളിയിൽ അച്ഛനായിട്ട് നിൽക്കാതെ എന്റെ സ്വന്തം അപ്പന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കണം. ഞാൻ നിന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് അല്ലേ? ഒന്ന് പിടിച്ചേ. മോനെ ബെന്നി, ഈ കല്യാണം നടക്കില്ല. സാറാമ്മക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനും നിന്റെ അപ്പം കൂട്ടു നിൽക്കില്ല. ഫിലിപ്പോസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് പറയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? മാത്രമല്ല അങ്ങേക്ക് സാറാമ്മയെ അത്രയ്ക്ക് പേടിയായിരുന്നു. എങ്ങനെ? അത്രയ്ക്ക് ജീവനായിരുന്നു. അതുകൊട്ടെ, ഇനി ഞാൻ ഈ ഗബ്രിയേൽ അച്ഛൻ പറയുവാണെങ്കിൽ വേണ്ടടാ മോനെ, വിട്ടുകളാ. സാറാമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമുക്ക് വേണ്ടടാ. നിന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ സ്ത്രീക്ക്, പാവം. എന്നാ ശരി അച്ചോ, ഞാൻ പോട്ടെ. ചേട്ടാ, നിനക്കിപ്പോ എത്ര വയസ്സായി? വയസ്സൊക്കെ കുറെ ആയി. എന്ത് കാര്യം? നീ പ്രായപൂർത്തിയായ ഒരാണാണ്. നിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തീരുമാനിക്കാനുള്ള ബുദ്ധിയും പക്വതയും നിനക്കുണ്ട്. നീ ചെന്ന് അമ്മച്ചോട് കാര്യം പറ, എനിക്ക് അവിടെ തന്നെ മതിയെന്ന് പറ. എന്നിട്ട് സമ്മതിച്ചില്ലേ നീ നിന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യടാ. അമ്മച്ചി ഒന്ന് എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ കയ്യിൽ കാശോട്ടൊന്നല്ലോ ആരും ജനിക്കുന്നത്.
അമ്മച്ചിപ്പോഴും പറയാറില്ലേ നമ്മുടെ അപ്പം കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി ഉണ്ടാക്കി അയക്കേണ്ട സ്വത്തല്ലാന്ന്. എന്നിട്ട് എന്റെ പാവ അപ്പച്ചന് അതനുഭവിക്കാനുള്ള യോഗം ഉണ്ടായോ? അപ്പം മാത്രല്ലടാ, ഞാനും നല്ലപോലെ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയ. ഇങ്ങനെ ഉണ്ടാക്കിയ സ്വത്തെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്ന നമ്മളെപ്പോഴേ പലപ്പോഴും ഒരു കാര്യം മറക്കാറുണ്ട് അമ്മച്ചി. എന്താ? വെറും കാലിത്തൊഴുത്തിൽ പണ്ടൊരു മകൻ ജനിച്ചിരുന്നത്. അതിന് ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ സ്നേഹത്തിന് ഇഷ്ടത്തിന് വില കൽപ്പിക്കണ്ടേ, അല്ലാതെ സ്വത്തിനും പണത്തിനുമല്ല. പോയി എന്റെ മാറ്റുചേട്ടാ, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തു കഴിയുമ്പോ ഇല്ലാത്തവൻ ഉള്ളവനാവുന്നൊരു കാലം വരും. അതിന് ഇനി ഒരു പ്രളയം കൂടി വരേണ്ടി വരും. എടാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്റെ അമ്മച്ചി പേടിക്കുകയല്ലേ. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്താൽ ഇല്ലാത്തവൻ മുണ്ടുമുക്കി കാണിക്കുന്ന കാലമായത്. നീ ഇരുന്ന അമ്മച്ചിയോട് കാര്യം പറ. ഒറ്റപ്രാക്കിൽ വർഗീസിന്റെ മകൾ ജെസ്സിയെ കല്യാണം കഴിക്കാൻ സമ്മതമാണ്. ആരൊക്കെ എതിർത്താലും ഞാനത് ചെയ്തിരിക്കും. എന്റെ സമ്മതം ഞാൻ ചെയ്യില്ലടാ. ആ വേണ്ടി വന്നാൽ ചെയ്യും. അതെന്നെ മറിച്ചിട്ടില്ലേ? ചരക്കന് പ്രാന്തായും തോന്നുന്നു. ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. അല്ല സാറാമ, ഞാൻ പറഞ്ഞില്ലേ സാറാമ്പ സമ്മതിച്ചു. കൂട്ടുകുടുംബത്തിനെയൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിച്ചു. ഞായറാഴ്ച പള്ളി പിരിഞ്ഞു മനസ്സമ്മതം എന്നാണ് അവൻ പറഞ്ഞത്. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇനി ദിവസമില്ല. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു സാറാമ്മ ചേച്ചി സമ്മതിക്കുമെന്ന്. മതി 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 മതി, ഇനിയും കഴിക്കാമല്ലോ. ഞാനൊന്നേ കൈ കഴിച്ചിട്ട് വരട്ടെ. ജെസ്സി, ആ ഇവിടെ നിൽക്കുമായിരുന്നു. കണ്ട എടിപിടിയുന്ന കാര്യങ്ങളൊക്കെ ശരിയായത്. ഈ വരുന്ന ഞായറാഴ്ച മനസ്സമ്മതം വേണമെന്ന് അവര് പറയണേ. സന്തോഷമായില്ലേ നിനക്ക്? ഇത് പിടിക്കാം, അമ്മ ഇപ്പൊ വരാം. എന്നാ പിന്നെ നീ വിഷ്ണുവിന്റെ കാര്യം വീട്ടിൽ പറ. എന്താ പറ്റില്ലേ? അത് ഒരു വട്ടം പോലും കാണാണ്ട് എങ്ങനെയാ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? അറിയാൻ മേല എനിക്ക്. മക്കള് ചാടിക്കും ചാടിക്കും ചാടിക്കും. ഓടിക്കും. ഹലോ പറ. ഹലോ എന്താ ഒന്നും പറയാത്ത? ഹലോ എന്താടോ, എന്ത് പറ്റി? അവര് പിന്നെ വന്നു, മനസ്സമ്മതം ഉറപ്പിച്ചു. എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. എന്റെ സമ്മതം ഒന്നും ആർക്കും വേണ്ട. ടെൻഷൻ അടിക്കാണ്ട് പിന്നെ വിശ്വ, ഞാൻ കാര്യമായിട്ട് പറയാ, എനിക്ക് തന്നെ എന്തായാലും കാണണം. ഈ ഫോണിൽ കൂടെയുള്ള കളിച്ചിരൊക്കെ മതി. കാണണമെന്ന് പറഞ്ഞപ്പോ എവിടുന്ന് കാണാനാ? ഇങ്ങോട്ടൊന്ന് വരൂ. അങ്ങോട്ട് വരാം. പക്ഷെ ഇപ്പോ തന്റെ നാട്ടിൽ നിന്നാലും ആരെങ്കിലും കണ്ടാ പ്രശ്നമാവില്ല. അന്ന് വിഷ്ണു പറയാ, എവിടെന്ന് വെച്ചാ വരാം. എനിക്കൊന്ന് കണ്ടാ മതി. എന്താ വിഷ്ണു ഇങ്ങനെയൊക്കെ പറയണേ? പെട്ടെന്നല്ലേ ഇതൊക്കെ ഉണ്ടായേ? എടുത്താന്ന് സമാധാനപ്പെടും. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഞാൻ ആലോചിച്ചതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ. നമ്മൾ സ്വപ്നം കണ്ട പോലെ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കില്ല. ഞാനൊന്ന് ആലോചിച്ചിട്ട് തിരിച്ചു വിളിക്കാം. അതുവരെ വിഷമിക്കാതെ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. നടക്കട്ടെ ഞാൻ. ഒന്ന് കപ്പള പോയിട്ട് വരും. നീ എന്ത് കണ്ടിട്ട് ജെസ്സി അതേ തന്നെ ഈ കടിച്ചു പോകുന്നേ? നിനക്ക് വട്ട. അടി എനിക്ക് വട്ടം. നിനക്കറിയോ, ഞാൻ ശബ്ദം കേൾക്കാണ്ട് ഉറങ്ങാറില്ല. ആ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇപ്പൊ പോയ നാളെ തന്നെ തിരിക്കാം. ഞാൻ ബാബുനെ വിളിച്ച് ടിക്കറ്റ് പറഞ്ഞിട്ട്. എല്ലാടും ഓടിയെത്താൻ പറ്റുന്ന തോന്നണില്ലാട്ടാ. കുഴപ്പമില്ല, ബാക്കി മിനിറ്റിന് വിളിക്കാലോ. ആ അവസാനം
മനസ്സമ്മതം പറയാത്ത കല്യാണത്തിന് ഞങ്ങളില്ലാത്ത പരാതി പറയും. ഇതൊക്കെ ഫോണിൽ വിളിച്ച് പറയേണ്ട കാര്യമുള്ളൂ. പിന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞാലേ ചില തറവാടുകൾ നിങ്ങളുടെ എത്തില്ല. എന്നാലും എല്ലാരെയും വിളിക്കണം. എല്ലാരും വന്ന് കാണണ്ടേ? കുറെ അസുഖക്കാരുണ്ടല്ലോ. അതുണ്ടാവും, പ്രത്യേകിച്ച് നിന്റെ കുടുംബക്കാര്. വല്ലതും പറഞ്ഞായിരുന്നോ? ഓ, വേഗം ഇറങ്ങാൻ നോക്കും. അമ്മ, ഓ നമ്മൾ നാളെ തന്നെ തിരിക്കോ? പിന്നില്ലേ? എന്തേ അവളെന്തേ? ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. വരുന്നില്ലെന്നാ? അത് കൊള്ളാം. എടി ചേച്ചി, നീ വരുന്നില്ലേ? അവള് വരാണ്ട് പിന്നെ ഞാൻ വരണ്ടില്ല ചാച്ച, എനിക്ക് വയ്യ. നിങ്ങൾ പോയിക്കോ, അത്ര ദൂരം ഞാൻ വരണ്ടേ. നീ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനാ? അവക്ക് വയ്യാണ്ടായിരിക്കും. എന്നൊരു കാര്യം ചെയ്യ, നീ കൂടി ഇവിടെ നിൽക്കട്ടെ. സ്കൂളിൽ അയ്യടാ, ഞാൻ വരും. എനിക്ക് ചിന്നുവിനും ബബിനെയൊക്കെ കാണണം. വല്ലപ്പോഴും കിട്ടുന്ന ചാൻസാ. അല്ല, ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് നിന്നോളാം, കുഴപ്പമില്ല. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് പോയിട്ട് വരാം. എന്തായാലും നേരിട്ട് വരേണ്ട കാര്യമായി പോയില്ലേ? ഇവിടെ അങ്ങോട്ട് പോയാൽ മറ്റോളും ഇങ്ങോട്ട് വരും. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നടക്കങ്ങോട്ടൊന്നും ഇത് പിടിച്ചേ. ബെന്നിയോട് പറഞ്ഞിരുന്നെങ്കിൽ അവനൊരു കാർ ഓടിച്ചു തന്നേനെ. നിങ്ങൾ പറയാനിട്ടാ. അതെ അതെ, ഞാനും നീ ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കോട്ട എടുത്തോണ്ട് മുറ്റത്തോണ്ട് വെച്ചാൽ. എന്തോന്ന് നടക്കങ്ങോട്ട്. നീ വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല. അതെ, ലക്ഷ്മി വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം. മതിയോ? തൽക്കാലം ഇതേ ഉള്ളൂ കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യും. അച്ചാർ വേണോ? വേണ്ട. അതെ, ഞാൻ നാളെ കോഴിക്കോട് പോവാ. കോഴിക്കോടോ? എന്തിന്? അവനോട് വരുമെന്ന് പറഞ്ഞോ? നീ എന്നിട്ട് എന്താ നേരത്തെ പറയാഞ്ഞേ? ഞാൻ അമ്മയോടൊക്കെ എന്ത് പറയും? എന്തായി, കിടന്നായിരുന്നോ? ഇല്ല, കിടക്കാൻ പോണേ ഉള്ളൂ. ഉറക്കം വരും തോന്നുന്നില്ല. അതെ, ഞാൻ 6 മണിക്ക് ഇറങ്ങും കേട്ടോ. ലേറ്റ് ആവല്ലേ? ബസ് സ്റ്റാൻഡിൽ തന്നെ അല്ലേ? സ്റ്റാൻഡിൽ. അവിടെ നിന്നാ മതി. അപ്പൊ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. വരുന്നു. അതെ, ശരി, ഞാൻ വിളിക്കാം. ഇറങ്ങുമ്പോ തന്നെ വിളിക്കാം. രാവിലെ വിളിച്ചാൽ മതി. എനിക്കറിയാം, ബസ് വരുന്ന സമയം എനിക്കറിയാം. ഞാൻ ഉണ്ടാവും അവിടെ. ശരി. രാവിലെ കാണാൻ പോകാനുള്ള രാത്രി മുഴുവൻ പോകണാക്കുന്നത്. നീ ഇന്നും കുളിച്ചില്ലേ? ഇന്നെങ്കിലും നിനക്ക് കുളിച്ചൂടായിരുന്നു? ഇത്ര തണുപ്പ് നിനക്ക് വേഗം ചോദിക്കാനില്ല. എടി, 5 മണിക്ക് വിളിക്കണം കേട്ടോ. 5 മണി ഇപ്പം ആകും. നീ ഒന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? താക്കോൽ എൻ്റെ തന്നെ. എടി, ഇറങ്ങുമെന്ന് വിളിച്ചു പറ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഹലോ, ഞാൻ ഇറങ്ങിട്ടോ. പുറപ്പെട്ടോ? ഹലോ ഹലോ, അതിവിടെ നല്ല മഴ, ഒന്നും കേൾക്കുന്നില്ല. ഞാൻ എത്തിയിട്ട് വിളിക്കാം. തിരിച്ചു വിളിക്കാം. അവിടെ വിളിക്കുന്നു. ഇറങ്ങി. പുതിയ സ്റ്റാൻഡ്. ഇറങ്ങി. നിന്ന് താളം ചവിട്ടാതെ ഇറങ്ങി അങ്ങോട്ട്. കൊച്ചേ, ബാക്കി വേണ്ടേ? എവിടുന്നാ കയറി? പൂവാറമ്മല. Thank you.
എങ്ങോട്ട് പോണ? ഒന്ന് പോയിട്ടോ, നേരെ മണിക്കൂർ വരും. മോളെ കാശ് എന്നിട്ട് പോ. കാര്യം കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ചില്ലറില്ലാന്ന് പറയും. പുതിയ സാലി ഓഫായി പോയി. പോയിക്കോ. ശരി, പോയിക്കോ പോയിക്കോ. ചേട്ടാ 2 രൂപ ഉള്ളു. തണുത്ത ഒന്ന് വേടിക്കി. ഇതെന്താ ഈ തണുപ്പാണു? നല്ല അടുത്താടോ. നിങ്ങൾ ഈ കൂൾമാർന്ന് പേര് വെച്ചിട്ട് ആളെ പറ്റിക്കുക. ഇത്രേ തണുപ്പുള്ളൂ പക്ഷേ ഇന്നലെ രാവിലെ മുതൽ പോയ കരണ്ട. എന്നാ പിന്നെ എനിക്ക് വീട്ടിൽ വിട്ട് പോയിക്കൂടെ? ബോട്ടണോ വേണ്ടിയോ ഞാൻ തീരുമാനിക്കും. എനിക്ക് വേണോ വാങ്ങി പോ. എന്നാ പിന്നെ എല്ലാം കൂടി കൊണ്ടുവന്ന് പൂട്ടിയ കട പ്രശ്നം ഉണ്ടാക്കല്ലേ. മാറ്റി എന്താ എന്താടാ പ്രശ്നം? ഏട്ടാ എന്താന്ന്? ഒന്നുമില്ല സാർ. എന്താ? ഒരു പ്രശ്നമില്ല സാർ. ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ശരി പോവാം. ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്നാലും നീ എന്ത് പണിയാടെ കാണിച്ചാറോ? എന്തെന്ന്? ഓനാകെ 3-4 കുപ്പിയ പൊട്ടിച്ചിട്ട് നീ എത്ര കുപ്പിയാ പൊട്ടിച്ചേ? ഇത് പിടിച്ചേങ്ങ. എടാ ഞാൻ വരുന്നത് അവിടെ. സാധനം കൊണ്ടാ കൈമല് ബീഡിയുണ്ട്. ബീഡിയെങ്കിലും ബീഡി ഉൾപ്പെട്ടിണ്ട്.
മോനെ വെറുതെ എങ്ങനെ നോക്കി നിൽക്കാല്ലേ വേഗം പറ്റിയോട് നേരം വിൽക്കാനായി ആ കാലടിച്ചാ കമ്പനിക്ക് ലാറ്റ് കണ്ടാ ഓടിക്കോ ഇങ്ങോട്ട് വരി നേരം വിൽക്കാനായി വന്നോളി ഇതാ കളിക്കുന്നു ആകെ 50,000 കളിച്ചാ നോട്ട് നിരോധനല്ല നിരോധിച്ച നോട്ട് വിടരുത് എന്നാ നിനക്കൊന്ന് മെസ്സേജ് അയച്ചേ എന്നുള്ള നിനക്ക് ഇഷ്ടമല്ലടാ കാലി അടിച്ചാ കമ്പനിക്ക് എടുത്തോളി കൊണ്ടോയിക്കോളി ആർക്കും വെക്ക എപ്പോഴും വെക്ക പണം പോയി പവർ അനക്ക് തരാനുള്ള 10 തന്നില്ലേ ഓടിക്കട്ടെ എല്ലാരും കളിക്കുന്നു സാർ കളിച്ചോർക്ക് കിട്ടും കേട്ടോ ഓ ഒന്ന് എണീക്കടാ ഇന്നലെ നല്ല പിപ്പിരിയായാലും തോന്നുന്നുണ്ടല്ലോ നീ ഇന്നലെ വീട്ടിൽ പോയിട്ടേ എപ്പം വന്ന് കിടന്നു നീ ഇന്നലെ വീട്ടിൽ പോയിട്ടേന്ന് ഓ ഇല്ലപ്പാ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടില്ലല്ലോ ഉത്സവത്തിന് ആടെ ഓളുമ്പിള്ളർ ഒറ്റക്കല്ലേ ഞാൻ നേരത്തെ പോയി നിങ്ങൾ അതിൽ 2000 റുപ്യ ഉണ്ടാവും കൊടുക്കാൻ ഇല്ലടാ 1000 പിള്ളേരെ ഫീസ് കൊടുത്തു തരാം എന്റെ ഫീസ് കാര്യമായിപ്പാ കുഴപ്പമില്ലപ്പാ ഞാൻ പോട്ടെ 4 500 എടുക്കാനുണ്ടാവും വൈകുന്നേരം ആകുമ്പോഴേക്ക് എന്തെങ്കിലും ഒത്താ തരടോ ശരി എന്നാ പോട്ടെ കേട്ടോ പോകുന്നോ അങ്ങനെ എന്തുണ്ട് ഓ വന്നു എവിടെ ആയിരുന്നല്ല എന്റെ റോയിയെ നേരത്തിനും കാലത്തിനും പൊരക്ക് പോയിക്കൂടെ എനക്ക് അനക്ക് പിടിക്കൂലെന്നറിയാം എന്നാലും ആ പെൺകുട്ടിക്ക് ഓരോരോ ആലോചന വരുന്ന നേരാന്ന് വരുന്നോര് പൊരയിലുള്ള ആമ്പിളുടെ കാര്യം ചോദിക്കും അതൊക്കെ മറക്കാണ്ടിരുന്നാ നന്ന് പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടല് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട് തന്നെയാ എന്ന് വെച്ചിട്ട് മനുഷ്യന്മാര് വെറുതെ നടക്കല കിട്ടുന്ന പണിക്ക് പോണം ആകുന്ന പണി എടുക്കുകയും വേണം എടാ ഈ പോന്നില്ലേ ഇത് ഉറപ്പിക്കലാടാ ഇത് നിനക്ക് എവിടുന്ന് കിട്ടീന അരുമാനെയാ നിനക്ക് ഇന്നലെ കളിച്ചതിന്റെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല സത്യം പറയടാ പൈസ കിട്ടിയിട്ടില്ലേ 500 പെട്ടി എന്നിട്ട് അതിലെ 300 ഉമ്മ കൊടുത്തു ബാക്കി 200 ബാക്കിയുണ്ട് 200 എനിക്ക് തരൂല വേണ്ട ഉമ്മ ഞാൻ പോവാന്നേ വീട്ടിലേക്കല്ലേ വീട്ടിൽ പോയിട്ട് എന്താക്കാനാ എന്നാ പിന്നെ എന്നെ അവിടെ അങ്ങാടിയിലിറക്കി എന്തെന്നാ എന്റെ പരിപാടി ഒരു പരിപാടിയുണ്ട് മാസത്തിലൊരു 1.5 ലക്ഷം എല്ലാം തടയും ആകെ 2 ദിവസത്തെ വർക്കൊക്കെ ഉണ്ടാവുള്ളൂ മാസത്തിൽ 1.5 ലക്ഷം റുപ്യ അതെന്ത് പണി സ്നാച്ചിങ്ങോ
ഒഴിവാക്കണ ചിലക്കാണ്ട് പണിക്ക് പോടാ. സുബേറ ഒന്ന് നിർത്തറ, കേട്ടോക്കില്ല. ഒന്ന് ഇറങ്ങി കൊടുക്കും പെങ്ങളെ. ട്രിപ്പ് ഇറങ്ങാറാക്കില്ല. വാങ്ങ വാ. നീ എന്തിനാ ചെയ്യുന്നത്? വാ കേറ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നാട്ടുകാരെ മുമ്പ് ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കില്ല. ബസ് സ്റ്റോപ്പിൽ കണ്ടിട്ടില്ലല്ലോ. എന്നാ നോക്കല്ലേ. നിന്നെ ഞാൻ രാവിലെ എത്ര പ്രാവശ്യം വിളിച്ചു? എനിക്ക് ഞാൻ തിരിച്ചു വിളിച്ചല്ല. എന്താ ഫോൺ എടുക്കാഞ്ഞ്? ആ അത് പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഈ ട്രെയിനിങ്ങിന് പോകുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് എവിടുന്ന പൈസ? അപ്പനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണമെങ്കിൽ 2 ദിവസം. നിനക്കാന്ന് പറഞ്ഞ പിന്നെ കിട്ടിയില്ല. 100 റുപ്യ പെട്രോൾ അടിക്കാൻ തരണേ. ഞാൻ മര്യാദക്ക് ബസ്സിന് പോയിരുന്നല്ലോ. കുറച്ച് കഷ്ടം തന്നെ അതിന്റെ കാര്യം. കുറച്ച് അധികം കഷ്ടമാണ്. ഈ പോക്ക് ശരിയാവും തോന്നില്ല റോയ്. ഈ ഒരു കാര്യം ചെയ്യും. ജോലിയും കൂലിയുള്ള ആരെല്ലാം കണ്ടുപിടിക്കും. ആയിരിക്കും നല്ലത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോകും. കളിക്കുന്നു റോയ്. എന്താ എന്താണ് എന്താ കയമെന്ന് വിട്. വിരലെല്ലാം തടിച്ചിട്ടുണ്ടല്ലോ. അതെ, എനിക്ക് കോഴിക്കോട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇത് നീ മറന്നേക്കും. പണയം വെച്ചാ മതിട്ടാ. ആലോചിക്കാം. 200 റുപ്യ കുറഞ്ഞു. 200 റുപ്യ? അതല്ലെങ്കിൽ അങ്ങനെയാന്നല്ല. അത്യാവശ്യക്കാരൻ വാങ്ങാൻ വരുമ്പോ കൂടും, വിൽക്കാൻ വരുമ്പോ കുറയും. സ്വർണത്തിനാകുമ്പോ പ്രത്യേകിച്ച്. ഇവിടെ ഞാനിതൊന്നും അടിച്ചു. ഇത്രയെല്ലാം കണ്ടു വേണണ്ടായി. ഇവിടെ ഇറങ്ങടാ. നീ ഇറങ്ങാറുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. നീ എനിക്കന്ന് ഇല്ല. ഓ അപ്പൊ KSB വാട്ടർ അതോറിറ്റി ഞാൻ തന്നെ. നീ പറയുന്നു ഇത് മനസ്സിലാവണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ 2 അടിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം എല്ലാം മാറില്ല. ഇവിടെ ഉണ്ടാവും. ആ റിയാസേ, റോയ് ഉണ്ട് റാവത്ത്. ഓനാടുണ്ട്. നീ എത്ര കമ്മിറ്റിക്കൊന്നും വരാത്ത? നീ എപ്പോ പോകുന്നു? രാവിലെ പോണം, ഞാൻ മറന്നിരിക്കുന്നു. കൃഷ്ണേട്ടാ. എന്താ കൃഷ്ണേട്ടാ ഒന്നും അടിക്കുന്ന? ഇല്ല, അടിയില്ല. എപ്പോ വെറുതെ നിങ്ങൾ പറഞ്ഞു തന്നോ? ഒരു കാര്യം പറയാൻ വാ. പാർട്ടിക്കാരെ വെറുപ്പിക്കണ്ട. എന്താ കൃഷ്ണേട്ടാ? ഇവനിത് ഓരോന്നെടുത്ത് തലയിൽ വെക്കും. അതെ, നേരമായി ആടുന്നേർന്നും വിളിയെല്ലാം വന്ന് സംഗതി കേട്ടോ. അതുകൊണ്ടാണ് ആലോചിക്കാന്ന്. പ്രശ്നമില്ലാത്ത കാര്യമാണ്. പ്രശ്നമില്ലടാ, നീ പോയിട്ട് വന്നിട്ട് മതി. പിന്നെ കൃഷ്ണേട്ടാ, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടിക്കാന്ന് പ്രസ്ഥാനത്തിനാന്നെല്ലാം പറഞ്ഞാണ്ടല്ലോ. എന്റെ സ്വഭാവം മാറൂട്ടാ. റോയ്, ഇത് നമ്മുടെ സ്വന്തം പ്രശ്നമാണ്. നീ ധൈര്യമായിട്ടിരിക്കണോ? ഇവര് പേടിയുണ്ടല്ലോ എന്റെ അടുത്ത് വന്നിന്. എന്നിട്ട് ധൈര്യമായിട്ടിരിക്കാൻ. നിങ്ങൾ ധൈര്യം കിട്ടട്ടാ. നമുക്കെല്ലാം ശരിയാക്കാത്. ഹലോ. ഹലോ, നാളെ ഇന്റർവ്യൂവിന് പോണ്ടേ? നീ പേടിയാ? ഞാൻ എന്റെ പ്രിപ്പറേഷനില്ല. മനസ്സിലായി. വർക്ക്ഷോപ്പിലാന്നല്ലേ? അപ്പൊ മനസ്സിലായില്ലേ? പറയ്. നീ എന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല നീ ശരിക്കും ഇപ്പൊ എന്നെ എന്തിനാ വിളിച്ചേ? ഞാൻ നിന്നെ വിഷയം വിളിച്ച. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഗുഡ് നൈറ്റ്. വിഷയം വിളിച്ച. ഹലോ. ഹലോ, എന്തായി? എന്താവാൻ? കഴിഞ്ഞു. ആ കഴിഞ്ഞു. ജോലി കിട്ടി. നാളെ ഒന്ന് ശമ്പളം
എന്തിനാണോ ഇത്? ഒന്ന് വെച്ചിട്ട് പോവോ? വൈഫാണോ? ചെറിയമ്മായിരുന്നു. നിങ്ങൾ കഴിക്കോ? കയറി വരുമ്പോ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ആവാം. സോറി സാർ. ഹലോ. യെസ്. ഹേയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ കോഴ്സ് കംപ്ലീഷൻ ഇയർ ആയിരുന്നു നമ്മുടെ പ്രശ്നം. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ വൈകിട്ട് വാട്സപ്പിൽ വാ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോ ജോയിൻ ചെയ്തിട്ട് വിളിക്കും. ശരി. റോയ് വിഷ്ണു. അപ്പൊ റോയ്, ഇവിടെ BBA-ക്കാർക്ക് 9 ജോബ് ഓഫേഴ്സ് ആണുള്ളത്. അതിൽ 5 ഓൾറെഡി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കി വരുന്നത് ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ്. അറിയാലോ, എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റും മതി. റോയ് ഒരു ഫ്രഷർ ആയതാണ് ആകെയുള്ളൊരു പ്രോബ്ലം. സർ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസിന്റെ പ്രശ്നം സോൾവ് ആയില്ലേ? അതാവും. പക്ഷേ പിന്നെ ഫ്രഷേഴ്സിന് വേണ്ടിയൊക്കെയല്ലേ ഇങ്ങനത്തെ സ്ഥാപനം നോക്കറില്ല. ഈ ജോലിക്ക് വേണ്ടി തന്നെ ഒരു 2 ലക്ഷം രൂപ തനിക്ക് ഒപ്പിച്ച് തരാൻ പറ്റും. ജോലി ഞാൻ കയ്യിൽ തരാം. നിങ്ങൾ 2 ലക്ഷം രൂപ എനക്കാ, ഞാൻ ഒരു സാധനം കയ്യിലേക്ക് തരാം. സിഗരറ്റ് ഉണ്ടോ? അയ്യോ, ഒരെണ്ണുള്ളല്ലോ, കട്ടാക്കിയാ മതിയോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? ഫേക്ക് ടീം പൈസ വല്ലതും ചോദിച്ചാ? പൈസ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു ജോലിക്ക് വേണ്ടി പെണ്ണ് കൂട്ടി കൊടുക്കേണ്ട ഗതികേട് നമ്മുടെ ഈ കേരളത്തില്. അതൊന്നും പറയണ്ട. ആ ഉള്ളിലിരിക്കുന്ന മറ്റേ ചേക്കള്ളം വിളിച്ചോണ്ട് കൊടുക്കാൻ എനിക്ക് തോന്നിയത്. എന്നിട്ട് തല്ലിയാ? കൊടുത്താന്ന്? തല്ലില്ലല്ലേ? അങ്ങനെ ശീലല്ലേ. ഞാൻ പോട്ടെ. ഓക്കെ. അറിയാസ എവിടെടാ? ഞാൻ പണിയിലടാ. എന്തായി? എന്താവാൻ, അതും കൊളായി. ഞാനൊന്നും പറയണില്ല ഇഷ്ട. ജോലിക്ക് വേണ്ടി ഇവർ എന്തൊക്കെ വേണമെന്നാ പറയണം. അത് കളിക്കും. എങ്കിലും പൈസ ഇല്ലാതെ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒപ്പിച്ചു കൊടുക്ക്. ഇന്ന് പോയടാ അവിടുന്ന്. കഷ്ടപ്പെടുന്നവരെ മുതലെടുക്കാൻ കുറെ തെണ്ടികൾ. എടാ, ഇപ്പോഴത്തെ കാലത്ത് ഒരു പണി കിട്ടണമെങ്കിൽ ഈലും വലിയ ഉടായ്പ് കാണിക്കുന്നുണ്ട്. ഈ ഒന്ന് ആലോചിച്ചൊക്കെ ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ അബുല്ലേ, ഓനൊന്ന് വിളിക്കും. ഓനില്ലാത്ത ഇടപാടൊന്നുമില്ല. ഓന്റെ നമ്പർ ഉണ്ട് എന്റെ? ഉണ്ട്. ഞാൻ വിളിച്ചോളാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ മേസ്ത്രീനോട് പറഞ്ഞു. പണിക്ക് വന്ന പണി ചെയ്യണം. ഫോൺ करना पैसा तरुला. काम करो, पूरा टाइम काम नहीं है बोलेगा. ചേട്ടാ, ഫോണും തരാമോ? കോൾ ചെയ്യാം. എന്റെ ഫോണോട് ഇവിടെ കാണാൻ ഇവിടെ ഒന്ന് ബെല്ലടിപ്പിച്ചാൽ മതിയാ. സ്വിച്ച് ഓഫ്.
ഹലോ ഹലോ വിഷ്ണു, ഞാനാ ജെസ്സിയ. എവിടെയാ? എത്ര നേരം ഞാൻ വിളിക്കുന്നു. ഹലോ, ഇവിടെ എത്തിയില്ല ഇതുവരെ. ഞാൻ ഇവിടെ മൂത്രപ്പുരയിലുണ്ട്, ഒന്ന് ഇങ്ങോട്ട് വരാമോ? ഹലോ, കോട്ടക്കൽ വളാഞ്ചേരി പട്ടാമ്പി പാലക്കാട് പോകുന്ന കോട്ടക്കൽ വളാഞ്ചേരി പട്ടാമ്പി പാലക്കാട് പോകുന്ന ഫാസ്റ്റ് ഫാസ്റ്റ് അല്പസമയത്തിനകം യാഥാർത്ഥ്യത്തിൽ താമരശ്ശേരി വൈദ്യുതി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി വഴി മൈസൂർ പോകുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് വടക്കേ ബസ് പാർക്കിൽ ഹലോ വിഷ്ണു, ഹലോ, പുറത്തുണ്ടോ? എന്നെ കണ്ടാ മനസ്സിലാവോ? ഞാനൊരു ചന്ദന കളറിലെ ചുരിദാർ, റെഡ് ഷോളും ആയിട്ട്. ഹലോ എടോ, എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ പുറത്തേക്ക് വരട്ടെ? ഫോണിൽ തന്നെ ഇരിക്കണേ, കട്ട് ചെയ്യല്ലേ? സാറേ രാവിലെ വയനാട് ലാസ്റ്റ് അല്ല പോവാനല്ല ബസ്സിൽ വന്ന ആരെങ്കിലും ഉണ്ടാവും ഇവിടെ? ഞാൻ വയനാട് ബസ്സിലാണ്. എന്ത് കാര്യം? പൂവാറമ്മലയിൽ നിന്നൊരു കുട്ടി കയറിയിട്ടുണ്ടായിരുന്നു, ഒരു 18-20 വയസ്സ് പ്രായം വരും. പൂവാറമ്മലയിൽ വെളുത്ത് ചുരുണ്ട കുടികൾ വെച്ചാണ്. അതെ, ഇവിടെ കോഴിക്കോട് നിന്ന് ഇറങ്ങി. ആ കൊച്ചവിടെ തന്നെ ഇറങ്ങിയത്. ഞാൻ നേരത്തെ ചായ വെച്ചോണ്ട് എന്റെ അടുത്ത് നിൽക്കായിരുന്നു. എവിടെ? ദോ അവിടേക്കുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയായിരുന്നു? നോക്കിയായിരുന്നു. ആ, ഒന്ന് വിളിച്ചു നോക്കി. എന്റെ ഫോൺ മിസ്സായി, ഞാൻ ഇവിടെ വന്നു ഉടനെ. അതാ ഇത് വിളിക്കും. എന്റെ ആ കൊച്ചിന്റെ നമ്പറില്ല. ഞാൻ എന്റെ ആവശ്യമുള്ള നമ്പറെങ്കിലും വിളിച്ചു നോക്കിയത്. എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. ചേട്ടൻ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ പുറത്തുണ്ട്. ഫോൺ എടുക്കാണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. എനിക്ക് ഇച്ചിരി വെള്ളം വാങ്ങി. കുറച്ചു മുമ്പ് ഒരു എൻഗേജ് ആയിരുന്നു, ഇപ്പൊ ഓഫ് എന്നാ പറയാം. അപ്പൊ ഉറപ്പായിട്ട് വേറെ ആരെങ്കിലും കിട്ടിക്കാണ്. കുറച്ച് നേരത്തെ അവിടെ നിന്നാണ്. വാ അങ്ങോട്ട് നോക്കാം. വാ വാ. തിരക്കിൽ ആരെങ്കിലും പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജമ്പത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇവിടെ ആയിരുന്നു. എന്താ ചായ കുടിച്ചു തുടങ്ങിയത് അവിടെയാണെന്ന് തോന്നുന്നു. എന്ത് ഡ്രസ്സാണെന്ന് ഓർമ്മയുണ്ടോ കേട്ടോ? അതൊന്നും ഞാൻ നോക്കി. ആ ഞാൻ പറഞ്ഞ കൊച്ചു ദോദിക്കുന്നു. അത് തന്നെ. ഓട്ടെ ബൈ. ശരി ഏട്ടാ, താങ്ക് യു. ജെസ്സി പിന്നെ ഞാൻ പറയാൻ വരികയായിരുന്നു, നിങ്ങൾക്ക് ആള് മാറിയതാണ്. ഞാൻ ഫോൺ തരാൻ വന്നതാണ്. വിഷ്ണു അല്ലേ? അതെ. നിങ്ങൾ അതെ, ഫോൺ കളഞ്ഞു കിട്ടിയോ? താങ്ക് യു. ഓക്കെ, കുറച്ച് സ്ഥലം തന്നെ. ജെസ്സി ഫോൺ എടുത്തപ്പോ ഞാൻ വിചാരിച്ചു. അത് സാരമില്ല. നമ്മുടെ ഫോൺ എടുത്ത് തന്ന ആളല്ലേ ഇരിക്കുന്നത്? ദാ അവിടെ. ഇവൻ കുറെ നേരമായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ആണോ? ഞാൻ നേരത്തെ കണ്ടതാ, എന്നോട് പറയണ്ടെന്ന് വിചാരിച്ചിട്ട്. അയാളെന്തിനാ പുറകെ വരുന്നു? താനിവിടെ ഇരിക്കും. അയ്യോ വേണ്ട വേണ്ട, നമുക്ക് വേറെ എവിടെ പോകാം. എവിടെ പോയാലും പുറകെ വരുമല്ലേ. താനിവിടെ ഇരിക്കും. അവൻ വരുന്നുണ്ട്, നീ വെച്ചോ. എന്താണ് വെച്ചാനെ? ഇതന്നെയാന്ന് ഞാൻ ചോദിക്കണം. എന്താ വെച്ചാനെ?
എവിടെ പോയാലും ഇയാള് പുറകേനുണ്ടല്ലോ. നീ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടിനെ കാണുന്നത്? അതെന്തായാലും തനിക്ക് എന്താണ്? അതിന് മേത്തെന്തിനാ കൈ വെക്കുന്നത്? മേത്തോട്ട് കളിക്കാൻ ഫോൺ തിരിച്ചെന്നും വെച്ച് ഒരുപാട് ഇടപെടാൻ വരണ്ട കേട്ടോ. ആണോ? മേത്ത് കൈ വെക്കലെന്നല്ലോ മേത്ത് കൈ വെക്കണം നീ. വിഷ്ണു പറയണ എനിക്ക് വേണ്ട. പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. മറ്റവൻ പോയി. ഇവനാണ് സാറേ ആ കുട്ടീനെ വെള്ളത്തിലേക്ക് പിടിച്ച് തള്ളിയിട്ടത്. സദാചാര പോലീസായാണ് സാറേ. ഇവിടെ നാട് നന്നാക്കാൻ ഞങ്ങൾക്ക് അറിയാട്ടോ. നിന്റെ വീട് എവിടെയാടാ? കണ്ണൂരാണ് സാറേ. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ വീട്ടിൽ പോയിക്കോളാം കേട്ടോ. പോട്ടെ പോട്ടെ. ഹലോ, ആരാണ്? പറഞ്ഞോളി. അല്ല അറത്തെ എന്തൊക്കെയുണ്ട് വിശേഷം? എപ്പത്തി? എപ്പോ? എന്നിട്ട് എവിടെ? ഇയാളൊക്കെ ഞാൻ പോരാ, 10 മിനിറ്റ്. ഇതിന്ന് ഏതെങ്കിലും നോക്കാൻ പാടില്ല. മുറിഞ്ഞിട്ടുണ്ടോ കൈ? ഇത് കാണിച്ചു. ഇതൊക്കെ അല്ലേ? ഇതെടുത്തോ. എന്റെ സൈസ് ഒരു ടീഷർട്ടും കൂടെ തന്നെ. ഇത് മതിയോ? എടുത്തു. എത്ര? 350. എന്താണ്ടായത്? അപ്പൊ ചോര കുഴപ്പമില്ല. ഓല എവിടെ പോയത്? എവിടെ പോയെന്നറിയില്ല. കണ്ടാലറിയോ? എന്നാ വേഗം കയറി. ഈ വൈക്കാ പോയത്? രാവിലെ. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പില്ല. ഞാൻ വിളിക്കാം. ഒന്ന് വെക്കുവാ നീ. നമ്മ കണ്ടെണ്ണം അടിച്ചാലോ? ഓനടിക്കാണ്ട് എന്തായാലും ഞാൻ ഇടന്ന് പോവില്ല. അല്ലാന്ന് കണ്ടെണ്ണം വീശിയാലോന്ന്. അങ്ങനെ വിട്ടാ പറ്റൂല അബുവാൻ. അവരെന്തായാലും പെട്ടെന്നൊന്നും പോവില്ല. തീരുമാനാക്കാം. ഞാനൊന്ന് മോൻ കഴിയിട്ട് വരാം.
അതെ ആ ഷർട്ട് എടുത്താന്നാ ഞാൻ അലക്കിടാം. ശരി. ചേട്ടാ വെള്ളം. ആ സുഖല്ലടാ? ഓ സുഖം. എന്താ ആവശ്യം വിളിച്ചാൽ മതിയാ? എന്നാലും അവർ കഴിഞ്ഞു പോയല്ലോ. അനക്കപ്പം തന്നെ ഒറ്റ പൊട്ടിച്ചു കൊടുത്തു. അടുത്തേക്ക് ആള് വന്നു, പോലീസുകാരെല്ലാം വന്നു അടുത്തേക്ക്. ആ കുടി. താനൊന്ന് ഒന്ന് ഫ്രഷ് ആവും. ഞാൻ പോയി നമുക്ക് ഇത്തിരി ഭക്ഷണം വാങ്ങിട്ട് വരാം. പെട്ടെന്ന് വരണേ. ഓ ഉടനെ തന്നെ. ആ വാലെല്ലാം കടച്ചേക്ക്. ഇവിടെ കിട്ടില്ല സാർ. കുറച്ചപ്പുറത്ത് കടയുണ്ട്, അവിടെ ആ മേടിച്ചിട്ട് വരാം. ഇതിവിടെ ഇരിക്കട്ടെ. ലക്ഷ്മി പറ. ഹലോ, എടാ നീ അവിടെ എത്തിയോ? ഓ എപ്പോഴാ എത്തി? എടാ ഞാൻ എത്ര വിളിച്ചെന്റെ ജെസ്സി, നീ എന്നെ വിളിക്കാതിരുന്നേ. നീ ആളെ കണ്ടോ? ആ കണ്ടു. ആള് അടിപൊളി കേട്ടോ. ആണോ? എന്നിട്ട് ആളെവിടെ? ആള് പുറത്തേക്ക് പോയിരിക്കാം. അതെന്താ, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ഒരു ലോഡ്ജിലാ. ലോഡ്ജിലോ? എന്താ ജെസ്സി നീ കാണിക്കുന്നേ? നിനക്ക് ഭ്രാന്തായോ? എടി അതൊന്നുമല്ല, ഞങ്ങള് പാർക്കിൽ പോയപ്പം ഡ്രസ്സിലൊക്കെ ഒന്ന് ചെളിയായി. അപ്പൊ അതൊന്ന് മാറാൻ വേണ്ടി വന്നാണ്. പിന്നെ നീ വൈകുന്നേരത്തേക്ക് ഇങ്ങോട്ടേക്ക് എത്തില്ലേ? അമ്മ ഏതാണ്ടൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എത്തിക്കോളാം. നീ എന്താ പറഞ്ഞേ? എടി ഞാനിപ്പോ വിളിക്കാവേ. ഹലോ ഹലോ ജെസ്സി, ഹലോ. ജെസ്സി അല്ലേ? അതെ, ആരാ? അവനോടെ? വിഷ്ണു. വിഷ്ണു പുറത്തേക്ക് പോയിരിക്കാം. ഞാൻ വിളിക്കാം. ഞാൻ എന്തായിരുന്നു ഒറ്റ മിനിറ്റ്. ഓട്ടോ ഓട്ടോ ചേട്ടാ, ലിസി ലോഡ്ജ് വരാം. ഈ വഴി എടുത്തു. ജിഞ്ചുമോൾ ഓട്ടോറിക്ഷന്റെ പേര്. ചേച്ചി പോന്നു. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഈ എന്ത് പണിയാ കാണിച്ച വിഷ്ണു? അന്റെ ഫോണിന് എന്താ പറ്റിയത്? ഓ അതൊന്നും പറയണ്ട ചേച്ചി. നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇത് സെലീന ചേച്ചി, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഈ ലോഡ്ജിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേച്ചി. ഇവള് മിടുക്കിയാടാ. എനിക്കറിയാം എന്റെ സെലക്ഷൻ മോശമാവൂലെന്ന്. അല്ല, നിങ്ങള് രണ്ടുപേരും ഇന്ന് മംഗലാപുരത്ത് പോവല്ലേ?
എങ്ങോട്ട്? ചേച്ചി നീ വന്നേ ഒരു സെക്കൻഡ്. വന്നേ എന്താടാ എന്താടാ കൈ വിടോ. അന്നൊന്ന് കാണാൻ തന്നെടാ. ഇപ്പൊക്കെ വിളിച്ചിനി. അന്നെ വിളിച്ചിട്ട് കിട്ടണില്ലാന്ന് പറഞ്ഞു. ഞാനും കുറെ വിളിച്ചതാ. ഇടക്ക് സ്വിച്ച് ഓഫ്, ഇടക്ക് പരുത്തിക്ക് പുറത്ത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഈ എന്താന്ന് മിണ്ടാഞ്ഞത്? പിന്നെ എങ്ങോട്ട് പോവാണേലും ഈ ഇവിടെ കയറാതെ പോകൂലല്ലോ. ചേച്ചി മംഗലാപുരം കൊണ്ടുപോകുന്ന കാര്യമൊന്നും ഇപ്പൊ നടക്കൂല. ഞാനതിന്റെ മുറയ്ക്ക് പിന്നെ ചെയ്തോളാം. പൈസ മേടിച്ചത് മറക്കല്ലേ വിഷ്ണുവേ. ആ പൈസ വാങ്ങണ്ടായിരുന്നു. പണിയെടുക്കാൻ എനിക്കറിയാം. എത്തിക്കുമെന്ന് പറഞ്ഞ് എത്തിച്ചിരിക്കും. നിങ്ങൾ മെപ്പുക്കാനെ വിളിച്ച കാര്യം മറക്കൂല. ടെൻഷനാക്കണം. ഞാൻ അടിച്ചോളാം. ഈ വേറെ വണ്ടി താൻ ഘടിപ്പിക്കടാ. അങ്ങോട്ട് വഴിയൊന്നുമില്ല കേട്ടോ. അവിടെ വെറുതെ കല്ലുമണ്ണും മാത്രമല്ലേ. വണ്ടി തന്നെയല്ലേ? ഡെയിലി കൊണ്ടുപോയ ആളെവിടെ ഇട്ടെ? അതാ അപ്പുറത്തെ ലിസി ലോഡ്ജിൽ അവിടെ അപ്പുറത്തെ ഈ മൂപ്പർക്ക് 2 ഫോട്ടോ എങ്കിലും അയച്ചു കൊടുത്തേ. അയക്കൊന്ന് സമാധാനം ആയിക്കോട്ടെ. ഞാൻ അയച്ചു കൊടുക്കാം. എന്റെ പൊന്നേച്ചി നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് പോയേ. ചെല്ലി ഹണിമൂൺ ആക്കണ്ട കേട്ടാ. ലീന ചേച്ചിയുടെ ഒരു വർത്താനെ. ഫുഡ് കഴിച്ചില്ലടോ? മംഗലാപുരത്തേക്ക് എന്തിനാ പോണേ? മംഗലാപുരത്തേക്ക് അങ്ങനെ തീരുമാനിച്ച കാര്യമൊന്നുമല്ല. വെറുതെ സഹായിക്കാന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ആദ്യമായിട്ടാ കാണുന്നതെന്ന്. എനിക്ക് പോണം. എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടേക്ക്. എനിക്ക് വീട്ടിൽ പോണം വിഷ്ണു. ഭക്ഷണം പോലും കഴിച്ചില്ലല്ലോ. അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. കഴിച്ചിട്ട് പോവാം. വേണ്ട. കഴിച്ചിട്ട് പോവാടോ. വിഷ്ണു കഴിച്ചിട്ട് പോവാന്ന്. എനിക്ക് വീട്ടിൽ പോയാൽ മതി. അവിടെ ഇരിക്കേ. ബസ് സ്റ്റാൻഡിൽ പോയാ പോരെ? ഇങ്ങോട്ട് നോക്കി. ബസ് സ്റ്റാൻഡിൽ പോയാ പോരെ? കൊണ്ടുവിടാം. ഞാൻ കൊണ്ടുവിടാം ബസ് സ്റ്റാൻഡിൽ. വേണ്ട, ഞാൻ കുറച്ച് സമയം കഴിയട്ടെ ജെസി. നമ്മൾ എത്ര നാളായിട്ട് ആഗ്രഹിച്ചതാ. എപ്പോഴാണ് ഇങ്ങനെ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഇത്തിരി ടൈം കിട്ടാം. എന്തുപറ്റി? നീ ബലം പിടിച്ചിട്ടല്ലേ കൈവേദന എടുക്കുന്നത്? കുറച്ച് കഴിഞ്ഞ് പോവാന്ന് ഞാൻ പറഞ്ഞില്ലേ? കുറച്ച് കഴിഞ്ഞ് പോവാന്ന്. നമ്മൾ എത്ര ദിവസം വെയിറ്റ് ചെയ്തിട്ടാ? ചേച്ചി പറയുന്നേക്ക്. നീ എന്തിനാ പേടിക്കുന്നത്? എനിക്കത് കാണുന്നുണ്ട്. കണ്ടാ മാത്രം പോരല്ലോ. കുഴപ്പമില്ല, നമുക്ക് പേടിക്കല്ലേ ജെസി, നമുക്ക് പോവാം. കാണാവില്ല. അതൊക്കെ തീർന്നു. അടച്ചിരിക്കാവാ. ഇല്ല സിലോട്ടി അവിടെ. അവിടെയാ. എനിക്കറിയാം. മനുഷ്യന്മാരില്ലല്ലോ. നീ എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ?
ഏതാ റൂമ്? ഏതാ റൂമ്? ഏതാ റൂമ്? അവിടെ പോരുത്. മണത്ത് നീ ഇവിടെ വന്ന പോയേ ഓന് കൊടുക്കാനുള്ള വെച്ച് കൊടുത്തിട്ട് വാ പോവാ. ഇവിടെ പിടിച്ച് വലിക്കുകയും ചെയ്ത് മോതടിക്കുകയും ചെയ്തു. ഈയൊക്കെ ആരാടാ? ഞാൻ അബു, അതിന്റെ ഉള്ളിൽ റോയ് ഉണ്ട്, മറ്റവന്റെ പേര് അറിയാം. ഈന്റെ അകത്ത് എന്താ നടക്കുന്നത്? കുറെ നേരമായി താഴെ കൊച്ച വിളിക്ക് കേൾക്കരുത്. ഇവനെയൊക്കെ ആരാടാ അകത്തേക്ക് കയറ്റിയത്? എന്താണെന്ന് ചിലക്കണേ ഇവിടെ നടക്കൂല കേട്ടോ. അന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നിങ്ങൾ ആരാ വിളിക്കുന്നത്? വിളിച്ചോ എല്ലാരും വിളിച്ചോ. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ എത്ര കയ്യിലിട്ട് കളിക്കാലും നമ്മളറിയാത്ത ഒരു കഷ്ടം പോലും കിട്ടൂല കേട്ടോ. ഈ പരിപാടി നടക്കില്ല മോനെ. എന്താണ്ടാ പോലീസിനെ തന്നെ വിളിക്കുക, അതല്ലേ? എന്തേ വിളിക്കില്ലേ? എന്റെ പൊന്നെ ചേച്ചി, ഇതൊരു ചെറിയ അടിപ്രശ്നമാണ്. ഞങ്ങളിപ്പോ പോകും. ഈ പരിപാടി നിർത്തി ഞങ്ങളിപ്പോ പോകും. നിങ്ങൾ ചെല്ല്, പൊയ്ക്കോളിന്ന്. നീ എടുത്തടാ. പേടിക്കണ്ട, ഞാൻ കൊണ്ടാക്കാം. സേഫ് ആണ്ടോ? ഞാൻ പറഞ്ഞു. വാ വാ, പേടിക്കണ്ട, വാ.
നിങ്ങൾ കേട്ടോ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആടാ പോലെ പോലെ 2-3 കോൾ ഉണ്ടായിനെ. ശരി ശരി. ആ ഹലോ. ആ സഹിച്ച ഈ ആ കാർ എടുത്തിട്ട് വാ, സ്ഥലം വരെ പോവാ. ഹലോ ഹലോ നവാസെ പറയണിയാ. വിഷ്ണു ഈ രാവിലെ പോയതല്ലേ, എവിടെയുള്ളത്? ഞാൻ കോഴിക്കോട്. നീ എവിടെ? കോഴിക്കോടാണുള്ളത്. അവനെപ്പോ എത്തുന്നു ചോദിക്കും. എടാ എപ്പോ എത്തൂ? ഹലോ ഹലോ സാറേ കട്ടായി. അവനിവിടെ എത്ര കാലമായി താമസം തുടങ്ങിയിട്ട്? ഒരു 5-8 മാസം ഉണ്ടാവും സാറേ. എനിക്ക് അതേ സംശയം ഉണ്ടായിരുന്നു. ഇവർ രണ്ടാളും എന്റെ പെങ്ങന്മാരല്ല. സാറേ എന്നോട് ഇടയ്ക്ക് രാത്രി ഓടാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ആ ശരി. എന്റെ കൂടെ ഉണ്ട്, കൊടുക്കാം. ഹലോ, ഞാൻ ആനി, റോയിന്റെ കസിനാണ്. ജിസി ഓക്കെ അല്ലേ? ചിലപ്പോ ഇങ്ങനെയാണോ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും. പലരെയും തിരിച്ചറിയാനും വൈകും. എനിക്ക് ഉറപ്പായിരുന്നു റോയ്ക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പോലീസിലൊന്നും പറയണ്ടെന്ന് പറഞ്ഞ ഞാനാട്ടോ. നമ്മളായിട്ട് എന്തിനാ വെറുതെ നാട്ടുകാരെ അറിയിക്കുന്നത്? അപ്പൊ പറ, എന്താ അടുത്ത പരിപാടി? ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? വിഷമിക്കണ്ടോ, ഇപ്പൊ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അത് തന്നെ വലിയ കാര്യം. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് വേഗം വീടേറ്റാൻ നോക്ക്. ഒന്ന് റോയ് കൊടുക്കും. അവളോട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും. ഇത് ചോദിക്കാൻ വെച്ചിട്ട് പോവോ? അല്ലല്ല വെക്കല, എനിക്കൊരു കാര്യം പറയണം. ആ ബ്രൂസിലേക്ക് ഇത്തിരി വെള്ളം കൊടുത്തു. കുറച്ച് വെള്ളം കൊണ്ടാ. ഭക്ഷണം വല്ലതും കഴിക്കണം. ബസ്സിന് പൈസ ഉണ്ടോ കയ്യില്? എനിക്കൊന്ന് കടല് കാണിച്ചു തരൂ. കാണിക്കാലോ.
ബെന്നി ചേട്ടാ ഇതായത് നോക്കി, പുതിയൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റീഡിസൈൻ്റെ വാട്സാപ്പ് ചെയ്ത് തരാം. ശരി ജെസ്സി, ആ എല്ലാവരും ചോദിച്ചു തുടങ്ങി. ജെസ്സി ഇതുവരെയൊന്നും പറഞ്ഞില്ല. പറയാട്ടാ, സമയാവട്ടെ. നമ്മളിവിടേക്ക് തന്നെ ഉണ്ടല്ലോ.